നമുക്കൊരു വാക്യം ചിന്തിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന. ഇന്നൊരു പകല് നമുക്ക് പ്രാർത്ഥനയെ പറ്റി അല്പം ചിന്തിക്കാൻ ആഗ്രഹിക്കാം. ഇന്നലെ തൊട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പ്രേരിപ്പിച്ച ഒരു വിഷയമാണ്. ഇന്ന് പകല് നീ പ്രാർത്ഥനയെ പറ്റി ഇവിടെ സംസാരിക്കണം. വേ ഓഫ് പ്രയർ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു ബോർഡിൽ എഴുതി തന്നെ നിങ്ങൾ അത് ചിന്തിക്കണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നു അതനുസരിക്കുവാനാണ് എനിക്ക് ആഗ്രഹം. കർത്താവ് നമ്മളെക്കുറിച്ച് എല്ലാം ആഗ്രഹിക്കുന്നു. ആരാധന ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൂതുകൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവചനം ആഗ്രഹിക്കുന്നു. ആ കൂടെ സ്വത്രം വചനത്തിന്റെ ഡീപ്പ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് ഹൃദയത്തിന്റെ പലകങ്ങളിൽ എഴുതിയിടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനോട് അനുമതി വായിക്കാം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. നമുക്കറിയാം, മുറമെടുത്തിട്ട് നാട്ടില് ഇപ്പോഴത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, മുറത്തിന്റെ അകത്ത് അരി അല്ലെങ്കിൽ ഗോതമ്പ് ഇട്ടിട്ട് അത് അമ്മച്ചിമാരെടുത്തിട്ട് ഇങ്ങനെ കാറ്റുള്ളിടത്ത് കൊണ്ട് ഇങ്ങനെ അത് അതിനെ പിന്നെ ഇങ്ങനെ അല്ലേ ഇത് കുടയും ചാണകമൊക്കെ മെഴുകി അത് ഉണക്കിയെടുത്ത മുറമെന്ന് പറയുന്ന സാധനത്തിന്റെ അകത്ത് അരി അല്ലെങ്കിൽ ഗോതമ്പ് ഇട്ടിട്ട് അവര് കാറ്റുള്ളിടത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അതിങ്ങനെ പേറ്റും. ഇതിലുള്ള ഈ മണിയെല്ലാം കൂടെ ഇങ്ങനെ ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ ഉമ്മികള് അതുപോലെ കരടുകളെല്ലാം ഈ കാറ്റിന്റെ ശക്തി കൊണ്ട് ഇത് പറന്നു പോകാനിടയാവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നല്ല മണി മാത്രം ഈ മുറത്തിൽ കിടക്കും. അങ്ങനെയാണ് യേശുവിന്റെ ഒരിക്കലോട്ട് സ്വത്രം പിശാച് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, യേശു കർത്താവേ, നീ ദൈവത്തിന്റെ പുത്രനായ ആമയേശു പുത്രനാണെന്ന് എനിക്കറിയാം. നിന്റെ അപ്പോസ്തലന്മാരില് നിന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനുണ്ട്, അവന്റെ പേര് ശീമോൻ. സ്തോത്രം. അവന് എനിക്ക് ഈ ആമയേശു പാറ്റാൻ തരണമെന്ന്. സ്തോത്രം. അതിന്റെ അർത്ഥം സ്തോത്രം, അവനെ എനിക്കൊന്ന് ഹല്ലേലൂയ എടുത്ത് ഒന്ന് കൊടയണം. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് പറയുകയാണ് സ്തോത്രം, യേശു കർത്താവിനോട് നമ്മൾ ഓരോരുത്തരെയും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് തന്നിട്ട് പിശാച് പറയും, എനിക്ക് നിന്നെ ഒന്ന് പാറ്റണം, എനിക്ക് അവനെ ഒന്ന് പാറ്റണം, എനിക്ക് സ്വന്തം ദൈവദാസനെ പാറ്റണം. അതുകൊണ്ട് യേശു കർത്താവെ നീ അവനെ എനിക്കൊന്ന് വിട്ടുതരിക. ശിമോനോട് സ്വന്തം യേശു തന്നെ നേരിട്ട് പറയുകയാണ്, ശിമോനെ, നിന്നെ പാറ്റുവാൻ ഇവൻ വന്നതിനോട് കൽപ്പന ചോദിച്ചു. ഒന്ന് ചിന്തിക്കണം, നമ്മളെ ഒന്ന് തൊടണമെങ്കിൽ, സാത്താന്റെ ശക്തികളെ നമ്മളെ തൊടണമെങ്കിൽ യേശുവിനോട് ആദ്യം അവൻ പോയി ചോദിക്കണം. ഹല്ലേലൂയ. യേശുവിനോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കാതെ ഒരു സൈറ്റനും ഒരു സാത്താനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. അവൻ പെർമിഷൻ എടുക്കണം. കാര്യം വെച്ചാൽ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് നമ്മളല്ല. ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഇരിക്കുന്നവരല്ല. സ്തോത്രം. നമ്മൾ വിലപ്പെട്ടവരാ. വി ആർ അംബാസിഡേഴ്സ് അല്ലെ, ദൈവത്തിന്റെ സ്ഥാനാപതികൾ നമ്മൾ ഓരോരുത്തരും. അതുപോലെയാണ് നമ്മൾ ഗവൺമെന്റിന്റെ, സ്വർഗീയ ഗവൺമെന്റിന്റെ, യേശുവിന്റെ രക്തത്തിന്റെ ഹാൻഡിൽ വീണ്ടെടുപ്പതിനാല് നമ്മളൊരു അധികാരത്തിന്റെ അണ്ടറിലിരിക്കുന്നത്. സാത്താൻ ഓടി വന്ന ശത്രു നമ്മളെ ഒന്ന് പാറ്റുവാൻ സാധിക്കത്തില്ല. അനുവാദം ചോദിക്കണം. എന്നിട്ട് യേശു കർത്താവ് തന്റെ ശിഷ്യനോട് പറയുകയാണ്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി. വൈശാലും, ശീമോനെ ശീമോനെ, കൽപ്പന ചോദിച്ചു. മതി. സ്വതന്ത്രം. സാത്താനോടാണോ യേശു അപേക്ഷിച്ചത്? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാന്, നീ വിശ്വാസഗോളത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി, നിന്നെ സാത്താൻ പാറ്റിക്കളയാതിരിക്കുവാൻ വേണ്ടി യേശു കർത്താവിന്റെ അരികെ വന്ന് സാത്താൻ ചോദിക്കുകയാണ്, ശീമോനെ, എനിക്ക് പാറ്റാൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഉടനെ യേശു കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സാത്താനോട് അപേക്ഷിച്ചു, സാത്താനെ നീ അവരെ തുടരരുതെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? നെവർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു കർത്താവ് സാത്താന്റെ അരികെ പോയി മുട്ടുകുത്തുന്നതിനല്ല. വായിക്കാം, എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. സൈറ്റനോട് പറഞ്ഞു, സൈറ്റനെ നീ അവിടെ നിൽക്ക്, ഞാൻ ദൈവത്തോടൊന്ന് ചോദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് തിരിഞ്ഞത് പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. അവനോട് പക്ഷപാതം ചെയ്യുവാനിടയായി. പിതാവാൻ ദൈവമേ, ആമേശത്വം ഞാൻ 2000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ വന്നിട്ട് എന്റെ ഇഷ്ടം അവന്റെ പാപം മുഴുവൻ ഞാൻ വഹിച്ചു, അവന്റെ രോഗം മുഴുവൻ വഹിച്ചു, അവനെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഈ സൈറ്റന് കൊടുക്കുവാൻ ഹല്ലേലൂയ നീ അനുവദിക്കരുത്.
ആരിലൂടെ സ്വതന്ത്രം പിതാവാൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. യേശുവിലൂടെ മാത്രമേ പിതാവാൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? അവനെ രക്ഷിക്കുവാൻ വേണ്ടി. പിതാവാൻ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ആമീൻ പിതാവാൻ ദൈവത്തിന് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ആമീൻ നീ സൈറ്റനോട് പറയുക അവനെ തുടരുത്. ആമീൻ യേശു കർത്താവ് മടങ്ങി വന്നിട്ട് പറയും, സൈറ്റനെ ഹല്ലേലൂയ നിനക്ക് ശീമോനെ തൊടുവാൻ അധികാരമില്ല. നമുക്കറിയാം, ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവിനെ സേവിക്കുന്ന, യേശു കർത്താവിനെ ആരാധിക്കുന്ന, യേശു കർത്താവിനെ ഉയർത്തുന്ന നമുക്ക് ആമീൻ പിശാചിനെ ബാധിക്കാൻ അധികാരമില്ല. നമുക്ക് വേണ്ടി എപ്പോഴും യേശു കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എത്ര നേരം, എത്ര പ്രാവശ്യം ഒരു ദിവസം കർത്താവ് പിതാവിനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഓരോ നിമിഷം, ഓരോ സെക്കൻഡുകളും യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുക പിതാവാൻ ദൈവത്തോട്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒരു കോർട്ട് അവിടെയുണ്ട്. ആ കോർട്ടിന് അവിടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാദം അല്ലേ? അവിടെ ജഡ്ജിരിപ്പുണ്ട്. പിതാവാൻ ദൈവം ഒരു സൈഡിൽ യേശു കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. നല്ല ശത്രു ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അഡ്വക്കേറ്റസിന്റെ ക്ലോത്തൊക്കെ ഇട്ട് നിൽക്കും. ഒരു സൈഡിൽ പിശാച് ഇങ്ങനെ കൊമ്പൊക്കെയായിട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ് പറയും, അല്ല ഇന്ന ആളെ ഞാൻ സ്വത്രം വാദിക്കുന്നു, അവൻ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അവനെ എനിക്കിപ്പം പാറ്റുവാൻ വിട്ടു തരണം. അപ്പോൾ യേശു കർത്താവ് പിതാവാൻ ദൈവത്തോട് പറയും, സ്വതവനെ വിട്ടുതരാൻ പറ്റത്തില്ല. കാര്യം അവൻ എന്റെ രക്തത്തിന്റെ വിലയാണ്, അവന്റെ കുറവ് ഞാനിതാ യേശു എന്റെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപിയായ ഒരു മനുഷ്യൻ അവൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിന്റെ കൃപയിൽ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കിടന്നുറങ്ങുന്നു. ഈ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ സ്വത്രം സൈറ്റൻ ഒരു ബക്കറ്റുമായിട്ട് അവന്റെ അരികെ വരിക. എന്നിട്ട് സൈറ്റൻ എന്നാ ഇത് അതിനകത്തുനിന്ന് ഒരു തുവർത്തെടുത്തു, ഒരു തുണി ടർക്കി എടുത്തു. ടർക്കി എടുത്തപ്പോൾ ആ ടർക്കി നിറച്ച് കറ പിടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിനൊട്ടും കളറില്ല. എന്നിട്ട് സൈറ്റൻ പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ട ശരി, നീ പറയുന്ന യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഇപ്പോഴും നിന്റെ അവസ്ഥ ഇതുപോലെയാണ്. ഈ തുണി എങ്ങനെ കറ പിടിച്ചിരിക്കുന്നത് അതുപോലെയാണ്. ഈ മനുഷ്യൻ ഉറക്കത്തിൽ ചാടി എഴുന്നേൽക്കുവാനിടയായി. ചാടി എഴുന്നേറ്റു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായിരുന്നു, സമ്മതിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ വിശുദ്ധി വേർപാട് കർത്താവിനെ ആരാധിക്കുന്നു. പക്ഷേ സൈറ്റൻ വന്നിട്ട് പറയുന്നു, ഞാനിപ്പോഴും പാവമുള്ളവനാണ്, എന്റെ ജീവിതത്തിൽ ഇപ്പോഴും കറയുള്ളവനാണ്, എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും മനുഷ്യൻ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ദർശനം കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. ഈ ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഈ ബക്കറ്റിന്റെ അടുത്തോടെ യേശു കർത്താവ് കടന്നു വന്നു. സ്തോത്രം. യേശു കർത്താവ് കടന്നു വന്നിട്ട് യേശു കർത്താവ് ബക്കറ്റിനകത്തുനിന്ന് ഈ ടർക്കി എടുത്ത് കാണിച്ചു. ഹല്ലേലൂയ. അതിൽ കറയില്ലാത്ത, അത് വെളുവെളുത്ത ടർക്കിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശിവൻ പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ, അവന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ യേശു കർത്താവ് വീണ്ടും ദർശനത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ യേശു കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ വിശ്വാസഗോളത്തിൽ മാറ്റപ്പെട്ടേനെ. അവൻ വിളിച്ചു പറയും, യേശു അല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, യേശുവിന്റെ രക്തം എന്നെ കഴുകിയെന്ന് പറഞ്ഞത് വെറുതെയാണ്. പക്ഷെ യേശു കർത്താവ് വീണ്ടും ദർശനത്തിൽ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, അവന്റെ വിശ്വാസം പോയില്ല, അവന്റെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി. വായിക്കാം. ഇതാണ് ലേഖനം 24 ജൂൺ 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാന് ശക്തിയുള്ളവന് ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കാര്യങ്ങൾ എടുത്ത് കർത്താവിനെ സ്തുതിച്ചാലും ഹല്ലേലൂയ. വീഴാതെ വണ്ണം നമ്മളെ ഓരോരുത്തരെ സൂക്ഷിച്ച്. കൊച്ചു നടന്നു പോകുമ്പോൾ നമ്മൾ പറയും അല്ലേ, കുഞ്ഞുമായിട്ട് നടന്നു പോകുമ്പോൾ പറയും, സ്തോത്രം, എടി അവിടെ ഓടയുണ്ട്, വീഴല്ലേ, ഇങ്ങോട്ട് മാറി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. നടന്നു പോകുമ്പോൾ സ്തോത്രം, എടാ നീ ഇവിടെ തട്ടരുത്, അവിടെ തട്ടിയ വീഴും, ഇങ്ങോട്ട് മാറി കിടക്കുക. അത് 30 വയസ്സുള്ളാലും ശരി, 10 വയസ്സുള്ള കൊച്ചാലും ശരി,
50 വയസ്സുള്ള അമ്മച്ചിയാനും ശരി, 70 വയസ്സുള്ള അപ്പച്ചനാനും ശരി, വീഴാതെ പണം കർത്താവ് കൈ പിടിക്കും, വരാൻ പറയും. ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കും. കർത്താവ് നടന്നു പോകുമ്പോൾ, കർത്താവ് തന്റെ ദാസന്മാരുണ്ടെങ്കിൽ നടന്നു പോകുമ്പോഴത്തേക്കും ഇങ്ങനെ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പോയി അങ്ങോട്ട് നോക്കും. അപ്പൊ യേശു കർത്താവ് വേണ്ട, ഇങ്ങോട്ട് നോക്കണമെന്ന് പറയും, നേരെ നോക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരയിച്ച വീണു പോകരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു നമ്മുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. സിംഹാസനത്തിന് മുന്നില് സ്വർഗത്തിൽ കളങ്കമില്ലാത്തവരുമായി നിർത്തുവാൻ വേണ്ടി. പക്ഷേ ഇതേ അനുഭവം തന്നെയാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാപം ചെയ്തിട്ട് നമ്മൾ നിഷ്കളങ്കരായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ അമേശ്വരത്തെ പാപത്തോടെ അല്ല നിഷ്കളങ്കരല്ലാത്ത നിന്നാൽ നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വീഴാതെ വണ്ണം നിഷ്കളങ്കരായിട്ട് നിങ്ങളെ ഞാൻ മഹിമാസനത്തിൽ നിർത്തും. ഹല്ലേലൂയ. അവിടെ മഹിമാസനത്തിൽ നിൽക്കുമ്പോഴാണ് സ്തോത്രം, നമ്മൾ നിഷ്കളങ്കരായി നിൽക്കുമ്പോഴാണ് സാറാഫുകൾ ഹല്ലേലൂയ അവർ രണ്ട് ചിറകെടുത്തിട്ട് അവര് കാൽപാദം മൂടി, രണ്ടുകൊണ്ട് അവര് മുഖം മൂടി, രണ്ടുകൊണ്ട് സ്വത്ത് ഹല്ലേലൂയ അന്തരീക്ഷത്തിൽ നിന്ന് പറന്നുകൊണ്ട് ആവേശം ദൈവത്തെ അവര് ആരാധിക്കാൻ. അറിയാ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, വിളിച്ചു പറ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. മതി. താൻ തന്നെ പരീക്ഷിക്കപ്പെട്ടതിനാൽ, ഒന്ന് യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, 2 കഷ്ടത അനുഭവിച്ചു. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോഴേ കർത്താവ് അറിയാം നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, പരീക്ഷ അനുഭവിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് അറിയാം ഞാൻ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ വന്നപ്പോൾ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി സ്തോത്രം, അതുകൊണ്ട് ഇവരെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. പട്ടാളക്കാരെ ചുറ്റും നിൽക്കുകയാണ്. യേശുവിന്റെ കണ്ണവര് ആവേശത്ര അടച്ചിട്ട് തുണി വെച്ച് കെട്ടി അടച്ചിട്ട് ചുറ്റും നിന്ന് യേശുവിന്റെ മുഖത്തിനുണ്ട് ഞാൻ ഇടിക്കുവാനിടയായി. ആ ചെറുപ്പക്കാരനെ 33 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ സ്തോത്രം കഴുത്തിലോട്ട് നുഖമെടുത്ത് വെക്കുവാനിടയായി. നമുക്ക് വേണ്ടി ആ നുഖമെടുത്ത് എടുത്ത് വെക്കപ്പെടുവാനിടയായി. നമുക്ക് വേണ്ടി ഹല്ലേലൂയ. യേശു കാൽവരി മരിച്ചപ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മ ശക്തികൾ വ്യാപരിക്കുമ്പോൾ സ്തോത്രം പൈശാചിക ശക്തിയിൽ വെച്ചിരിക്കുന്ന മുഖം ഒടിഞ്ഞു മാറുവാനിടയാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരി മരിച്ചത് കൊണ്ടാണ് സ്തോത്രം നമുക്കെല്ലാം പരിശുദ്ധാത്മ ലഭിച്ചത്. അതുകൊണ്ടാണ് സ്തോത്രം ഹല്ലേലൂയ പിശാച് വെച്ചിരിക്കുന്ന സകല മുഖവും അവന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഒടിയപ്പെടുന്നത് യേശു കാൽവരി മരിച്ചത് കൊണ്ടാണ്. യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനിടെ. എന്തിനു വേണ്ടിയാണ്? കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. വായിക്കാം റോമലേഖനം 5:3. കഷ്ടതയിലൂടെയാണ് സഹിഷ്ണുത ലഭിക്കുന്നത്. സഹിഷ്ണുത സിദ്ധതയും ആണോ? സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അത് പകൽക്കാല പ്രത്യാശയുള്ള ദൈവങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുകയാണ്, വാഴ്ച. എന്തിനാ പ്രത്യാശ വരുന്നത്? കഷ്ടം അനുഭവിക്കും, പ്രയാസം അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു ദൈവം ഉള്ളതിനാണ് നമുക്ക് പ്രത്യാശ ലഭിക്കുന്നത്. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വീഴാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് ദാസനായ യേശു. സ്പ്ലിറ്റ് അപ്പ് യുവർ പ്രയർ ഇൻടു ഈസി. നമ്മുടെ വിഷയങ്ങളെല്ലാം സ്പ്ലിറ്റ് ആക്കി മാറ്റണം. ഹല്ലേലൂയ. ഓരോരുത്തരുടെ വിഷയങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് ആക്കി മാറ്റണം. ഒന്ന് വായിക്കാം, 1 തെസ്സലോനിയൻസ് 5:16. 1 തെസ്സലോനിക്കർ എഴുതിയ 5:16 വായിച്ചാലും. എപ്പോഴും സന്തോഷിപ്പിൻ, മതി, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കാനുണ്ട്, ഓക്കെ. പക്ഷെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്വന്തം ഹല്ലേലൂയ നമ്മൾ നമ്മുടെ പ്രാർത്ഥന സ്വന്തം സ്പ്ലിറ്റ് ആക്കി മാറ്റണം. പെട്ടെന്നൊരു വിഷയത്തിന് മറുപടി കിട്ടണമെങ്കിൽ ഒറ്റൊരു കാര്യമുള്ളൂ, സ്വന്തം നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ 24 hours അതിന് വേണ്ടി ഇരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്പം കാര്യം ചെയ്തു, അങ്ങോട്ട് എന്നിട്ട് വീണ്ടും ആ വിഷയത്തിന് വേണ്ടി പോകുന്ന വഴിയായിരിക്കും. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വീണ്ടും ചില കാര്യങ്ങൾ ചെയ്ത ശേഷം വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് വണ്ടി ഓടിക്കുന്നത്. വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം വീണ്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കാണ് സ്വന്തം ആ വിഷയം നമ്മൾ വേറെ വിഷയം പ്രാർത്ഥിക്കുന്നത്. ആ വിഷയത്തിനോട് ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇടവിടാതെ 24 hours ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
എത്രയും വേഗം ദൈവസ്ഥിരത്തെ മറുപടി കിട്ടുവാനിടയാവും. ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന, സ്തോത്രം. ഭവനത്തിലിരിക്കും മാത്രമല്ല പ്രാർത്ഥന, ഹാലയിൽ കിടക്കാൻ പോകുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന, എഴുന്നേൽക്കും മാത്രമല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, സഭയുടെ ആവശ്യത്തിന് വേണ്ടി, സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഹല്ലേലൂയ, രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത ഒരു വ്യക്തി ജീവിതത്തെ പരിശുദ്ധമ്മ കാണിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, ആ വ്യക്തിയിൽ വലിയൊരു അപകടം വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമി പിശാച് അവനെ പാറ്റുവാൻ അന്വേഷിച്ച് നടക്കുക. അവനെ എങ്ങനെ തകർച്ച കൊല്ലണമെന്ന് സ്വന്തം അന്വേഷിക്കുന്നു. അവനെ പാറ്റുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമി ദൈവത്തിന്റെ സന്നദ്ധയിൽ യേശുവിന്റെ സ്വന്തം പിതാവായ ദൈവത്തോട് അപേക്ഷിക്കാൻ വ്യവസ്ഥയില്ല. എന്താ കാര്യം? അവൻ രക്ഷിക്കപ്പെടാത്തവനാ, അവൻ യേശുവിന്റെ രക്തത്തെ വീണ്ടെടുക്കപ്പെടാത്തവനാ. സ്തോത്രം. പക്ഷേ ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് ശാന്തപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന സ്വന്തം ഒരു പൈതലിനെ ആ വിഷയം ഏൽപ്പിച്ചപ്പോൾ, ആ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ വിഷയം ദൈവസ്ഥിരത്തിൽ നിന്ന് പിന്നെ യേശുവിന് പിതാവായ ദൈവത്തോട് അപേക്ഷിക്കാം. സ്തോത്രം. അവൻ ഹാലൽ ഇന്ന വ്യക്തിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, എനിക്ക് അതിന് മറുപടി കൊടുക്കണം. സാത്താൻ അവനെ പാറ്റുവാൻ അനുവദിക്കരുതേ. ഞാൻ ആ വ്യക്തി ആ സമയത്ത് തന്നെ വിളിക്കുവാനിടയായി. പറഞ്ഞു, കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുന്നേ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ കയ്യിൽ കുറെ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. ആ സ്റ്റിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം അവനെ പിശാച് ഓൾറെഡി പാറ്റി കഴിഞ്ഞു അല്ലെ, വീണ്ടും പാറ്റുവാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സുഹൃത്തെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു, നിനക്ക് വിശ്വാസമില്ലായിരിക്കും, നീ സൂക്ഷിക്കണം, നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. ഹല്ലേലൂയ. ദൈവം ഒരുവനെ ആകർഷിക്കുന്ന വിധം നോക്കിക്കോണേ, അവന് ദൈവത്തോട് വിശ്വാസം ഉണ്ടാകുവാനിടയാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ കുറിച്ച് സ്പ്ലിറ്റ് അപ്പ് യുവർ പ്രയർ ഇൻ ടു ഈസി വേ. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഈസി വേ, എപ്പോഴും നമ്മൾ ഹാലൽ പരിശുദ്ധാത്മാവിൽ തന്നെ ഈസി വേയിൽ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒറ്റ വേഴ്സ് മതി ഹാലൽ വിടിയിക്കപ്പെടുവാൻ, ഒറ്റ കരച്ചിൽ മതി വിടിയിക്കപ്പെടുവാൻ, ഒന്ന് വിങ്ങിയാൽ മതി വിടിയിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ചാൽ മതി വിടിയിക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മുട്ടുമടക്കിയാൽ മതി വിടിയിക്കപ്പെടുവാൻ. മുട്ടുമടക്കിയത് കൊണ്ടാണ് അവനെ വെളിപ്പെടുത്തി തരുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതുകൊണ്ടാണ് വെളിപ്പെടുത്തി തരുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരുമോ? ഇല്ല. സ്തോത്രം. അവനെ പിശാച് മാറ്റുവാനിടയാവും. അങ്ങനെയാണ് ദിവസങ്ങളിൽ നമ്മൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുവാൻ അധികം ഏൽപ്പിച്ചു കൊടുക്കണം. അധികം നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ ഓരോ വ്യക്തികളെ ഏൽപ്പിച്ചു തരും. ഹല്ലേലൂയ. നമ്മുടെ വിഷയമായിട്ട് നമ്മൾ ഇരിക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിഷയമായിട്ട് ഇരിക്കരുത്. പക്ഷേ ആ സമയത്ത് ദൈവത്തിന് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി, നീ ഇന്ന വിഷയത്തിനോട് പ്രാർത്ഥിക്കുക, ആ വിഷയത്തിനോട് പ്രാർത്ഥിച്ചാൽ സ്വതന്ത്രം അത് നമുക്കും അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിക്ക് അനുഗ്രഹമായി തീരുവാനിടയാവും. ആമേൻ. ഒരിക്കലും ദൈവദാസനോട് വിസിറ്റ് വന്ന് പ്രാർത്ഥിച്ചു, പുള്ളി ശുശ്രൂഷ നാട്ടിൽ കടന്നുപോയി. അവൻ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അദ്ദേഹം ആമി പിന്മാറ്റത്തിന്റെ അവസ്ഥയെ പോകുന്നു, നീ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് വിസിറ്റിൽ വന്ന ഒരു പാസ്റ്റർ ഹാലലുയ പുള്ളി പിന്മാറ്റത്തിന്റെ അവസ്ഥ, അപ്പൊ എനിക്ക് എന്നാ എന്ന് പറഞ്ഞ സ്വത്രം ഞാൻ മാറിയിരുന്ന് കഴിഞ്ഞാൽ ഹാലലുയ ആ ആത്മാവിന് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്വന്തം പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി ലഭിക്കാത്തതിന്റെ ഹാലരിയ കാരണം. സ്വന്തം നമ്മൾ അമ്മ പരിശുദ്ധാത്മ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മ പറയുന്നതനുസരിച്ച് അമ്മയേശ്വരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഹാലലുയ നമ്മുടെ വിഷയത്തിന്റെ മറുപടി അമ്മയേശ്വരം വരുവാൻ താമസിക്കും. അതുപോലെ ആ വിഷയത്തിന് ഹാല നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. 22:40. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനർത്ഥം പരീക്ഷ നമ്മൾ അകപ്പെടും അല്ലെ? കർത്താവ് അറിയാൻ നമ്മൾ കൂട്ടിൽ അടക്കപ്പെടും, അവന്റെ കെണിക്കകത്ത് നമ്മൾ വീഴും. ഹല്ലേലൂയ. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല. ഹല്ലേലൂയ. സ്തോത്രം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരീക്ഷയിൽ വീഴാതിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. താങ്ക് യു ജീസസ്. രക്തത്താൽ ക്ഷേമെടുക്കുക. യേശുവിന്റെ രക്തത്താൽ ക്ഷേമെടുക്കുക കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി പിതാവ് ദൈവത്തിന്റെ ആമേൻ സന്നിധിയിൽ അപേക്ഷിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസങ്ങളെ മാറ്റിക്കളയാതിരിക്കുവാൻ വേണ്ടി, ഞങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളെ നിഷ്കളങ്കരായ പ്രതിമാസത്തിൽ നിൽക്കുന്ന പകരമാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സകലമഹത്വ കർത്താവിനെ തരിക. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ നശിക്കാൻ നിൽക്കുന്നു.
അനേകരും നശിച്ച്, അല്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ, നമുക്കറിയാം ചിലപ്പോൾ അവർ വലിയ പൊസിഷനിലായിരുന്നായിരിക്കാം, വലിയ അനുഭവത്തിലായിരുന്നായിരിക്കാം, വലിയ ശുശ്രൂഷാ മണ്ഡലങ്ങളായിരുന്നായിരിക്കാം. പിശാച് അവരെ പാറ്റിക്കളയുമ്പോൾ പിന്നെ അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ആത്മീയമായാലും ശരി, ഭൗതികമായാലും ശരി, ശാരീരികമായാലും ശരി, കർത്താവ് നമുക്ക് വേണ്ടി വിടിവി നിൽക്കുന്നതുകൊണ്ട് കൃപയിൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു സഹോദരനോട് പ്രാർത്ഥിക്കാൻ ചെന്നു. 10 വർഷമായിട്ട് വിശ്വാസത്തിലാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശുദ്ധിയും വേർപാടിലും കർത്താവിനെ ആരാധിക്കുന്നു. 2 കിഡ്നിയും ഫെയിലറായി. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ ദൈവസന്നിധി അല്പസമയം വേർവിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു, അദ്ദേഹം ജഡസംബന്ധമായ ചില പാപങ്ങൾ ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ ആരോ ആഭിചാരം ചെയ്തു. നോക്കിക്കോണേ, വചനം പറയുന്നു ഇസ്രായേലിന് ആഭിചാരം ഫലിക്കുകയില്ല. അപ്പോൾ ഇസ്രായേലായി നിന്ന പൈതല് പിശാച് പാറ്റിയ സമയത്ത്, അവൻ പാപത്തിന് അടിമയായപ്പോൾ അവനെതിരെ ചെയ്ത ആഭിചാരം ഫലിക്കുവാനിടയായി. ഹല്ലേലൂയ. 2 കിഡ്നി ഫെയിലറായി. അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു, യേശു വിടുതൽ കൊടുത്തു. അവർ പലപ്പോഴും പിശാച് പാറ്റുവാൻ നോക്കുമ്പോൾ നമ്മൾ സ്വന്തം ദൈവസന്നിധിയിൽ കൃപയോടെ, ദൈവസന്നിധി വിശുദ്ധിയോടുകൂടി ആയിരിക്കണം. അപ്പോൾ സ്വത്രം നമുക്ക് വേണ്ടി യേശു ഇടിവ് നിൽക്കുവാനിടയാവും. അപ്പൊ ശിമോനെ പിശാച് പാറ്റുവാൻ നോക്കിയപ്പോൾ ശിമോന് വേണ്ടി യേശു അപേക്ഷിക്കുവാനിടയായി. ഹല്ലേലൂയ. അനേകരുടെ അവസ്ഥ നമുക്കിത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ സംബന്ധമായിട്ട് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോവുകയാണ്. നിങ്ങൾ സ്വത്രം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ വന്നിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വീഴ്ചകളുണ്ടാവാം. അതുകൊണ്ട് ദൈവസന്നിധി യേശുവിന്റെ സന്നിധി ഏറ്റു പറയുന്നു, റിപ്പന്റ് ചെയ്യുക. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നെ ക്ഷമിക്കണം. ജസ്റ്റ് നിങ്ങൾ ആയ സ്ഥാനത്ത് എന്നെ കാണിക്കുന്ന ഒരു വ്യക്തി ജീവിതം കൊന്തയായിട്ടിരിക്കുന്നു. നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ആരാധനയൊക്കെ മാറ്റി വെച്ച് യേശുവിനോട് സംസാരിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവുക. ഹല്ലേലൂയ. യേശു നിന്നെ വിടിയിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. നീ ആയ സ്ഥാനത്ത് സമർപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കരങ്ങളിൽ ശ്രദ്ധ ഏൽപ്പിക്കുകയാണ്. ഇവർ ഏതൊക്കെ പാപം ചെയ്തെന്ന് എനിക്കറിയില്ല കർത്താവേ, പക്ഷെ കർത്താവെല്ലാം അറിയുന്നു. ഇപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യേശു അവരെ സൗഖ്യമാക്കണമെന്ന് സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ അട്ടിപ്പണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം ഇപ്പോൾ തന്നെ അയച്ച് അവൻ മുറിവുകളെ കെട്ടി അവൻ രോഗികളെ സൗഖ്യമാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നോസില് പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ചെയ്ത പരിശുദ്ധാത്മ ദർശിക്കുന്നു. ജിതിൻ, യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ. ജിതിൻ, നീ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. സ്തോത്രം. നിന്റെ പ്ലാസ്റ്റർ നീ ഇപ്പോൾ അഴിച്ചോ, നീ സൗഖ്യമായിരിക്കുന്നു. കർത്താവിന് സകല മഹത്വം കൊടുക്കുകയാണ്. തലവേദന യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വീൽ ചെയറിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തിരിക്കുന്നവര് അദ്ദേഹത്തിന്റെ സ്വത്രം കാലില് കൈവച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ എം കമാൻഡിംഗ് നൗ. ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കുന്നു. വലിയ ദൈവിക സാന്നിധ്യം നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് വ്യാപരിക്കുന്നു. ഈ ഒരു ഡ്രോയിങ് റൂം പരിശുദ്ധമ കാണിക്കുന്നു. അവിടെ ചില കുടുംബങ്ങൾ സ്വത്രം എന്നെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബങ്ങൾ ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയത്തിന് ദൈവം മറുപടി അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ, നിങ്ങളുടെ സ്വന്തം തലമുറകളുടെ വിഷയങ്ങൾ ദൈവം മറുപടി അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ആയ സ്ഥാനത്ത് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കൂ. യേശുവിന്റെ നാമത്തിൽ ആവേശത്തിന് നിങ്ങളെ കർത്താവ് വിടിയിക്കുകയാണ്. ഹല്ലേലൂയ. തോമസ് ആൻഡ് കുടുംബം. ഇഫ് യു വാണ്ട്, ഐ വാണ്ട് ടെൽ യു സംതിങ് എൽസ്. നിങ്ങൾ കേരളത്തിന്റെ കേരളത്തിന്റെ പുതുപ്പള്ളി എന്ന സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നു. യേശു നിങ്ങളെ സ്വന്തം വിടിയിക്കുകയാണ്. ഇൻ ഗോഡ് ബ്ലസ് യു. യേശു നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വീണ്ടും നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. ജീസസ്. One of the most effective tools to reach people worldwide is internet.
International God Ministries is more committed than ever to using this powerful and effective instrument as a special friends of this ministry. You are among the first to take a tour of our new website www.iegodministries.com.